ഹലോ എവ്രിവൺ, ഇന്ന് ഞാനൊരു കോളർ നെക്ക് പ്ലാക്കറ്റ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീറ്ററിൻ്റെ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അതിനെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാനിവിടെ ഷോൾഡർ ലെങ്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കിവിടെ ഷോൾഡർ ലെങ്ത് 6.5 ഇഞ്ചാണ് വരുന്നത്. ആം ഹോളും 6.5 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അടുത്ത് ചെസ്റ്റിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അതെനിക്കിവിടെ 9.5 ആണ് വരുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 10.5ലാണ് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ആം ഹോൾ വരയ്ക്കുന്നതിനായിട്ട് കൈക്കുഴി മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലായിട്ട് ഒരു മാർക്ക് പോയിൻ്റ് ചെയ്യുക. ഇനി ആ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കിട്ടിയ 2 പോയിൻറ്റും ചേർത്ത് ഇങ്ങനെ വളച്ച് വരച്ചെടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോളിനായിട്ട് ഇതുപോലെ ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാറി ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വളച്ച് വരച്ചെടുക്കുക. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് മാറി ഒരു ലൈൻ വരച്ചെടുക്കുക. ഇനി ഷേപ്പ് ലെങ്തും വിട്ടും മാർക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് ലെങ്ത് 15 ഇഞ്ചും വിട്ട് 9 ഇഞ്ചുമാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലിറ്റ് ലെങ്തും വിട്ടും മാർക്ക് ചെയ്യുക. ഇവിടെ സ്ലിറ്റ് ലെങ്ത് എനിക്ക് 22 ഇഞ്ചും വിട്ട് 10.5 ഇഞ്ചുമാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് 2 പോയിൻറ്റും ജോയിൻ ചെയ്യുക. അതിനുശേഷം താഴേക്ക് ചരിച്ച് ലൈൻ വരയ്ക്കുക. ഇനി സ്ലിറ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും കറക്റ്റ് 1 ഇഞ്ച് മാറി പാരലലായി ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലിറ്റ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. അടുത്ത നെക്ക് പോർഷൻ്റെ അളവുകളാണ് മാർക്ക് ചെയ്യാനുള്ളത്. അതിനായി നെക്ക് വിട്ട് ഞാൻ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് ലെങ്തും 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ 3/4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വരയ്ക്കുക. അടുത്ത് ബാക്ക് നെക്കും ബാക്കി ബോഡി പാർട്ടും കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഫ്രണ്ട് നെക്കും ആം ഹോളും കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് തുണി 4 ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് ഇവിടെ വരുന്നത് 17 ഇഞ്ചാണ്. ഇനി മുകളിലത്തെ കൈവണ്ണം എനിക്കിവിടെ വന്നിട്ടുള്ളത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 10 ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ കൈവണ്ണം തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ ആമിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. ഇനി താഴത്തെ കൈവണ്ണം വരുന്നത് 5 ഇഞ്ചാണ്. അതും മാർക്ക് ചെയ്തിട്ട് ആ 2 പോയിൻ്റ് കൂടെ ജോയിൻ ചെയ്യുക. സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിലെ പ്ലാക്കറ്റാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതിന് ലെഫ്റ്റ് സൈഡിലുള്ള പ്ലാക്കറ്റ് ആദ്യം കട്ട് ചെയ്യുക. അതിന് ഞാനിവിടെ 3 ഇഞ്ച് വിട്ടിലുള്ള ഒരു പീസ് തുണിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ ലെങ്ത് വരുന്നത് നമ്മുടെ ടോപ്പിൻ്റെ സെയിം ലെങ്ത് തന്നെയാണ്. ഇനി 2 തുണിയുടെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത പ്ലാക്കറ്റിൻ്റെ അരികുവശം ഇതുപോലെ ഒന്ന് മടക്കി അയൺ ചെയ്തെടുക്കുക. അതിന് ശേഷം ആ പോർഷൻ ഇതുപോലെ മടക്കി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ സ്ഥലത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ പ്ലാക്കറ്റ് വരുന്നത്.
ഇനി റൈറ്റ് സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാക്കറ്റാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് വിട്ടുള്ള ഒരു പീസ് തുണിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചേർത്ത് വെച്ച് അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ പ്ലാക്കറ്റിൻ്റെ അരികു വശം ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് അതിനൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് അത് അകത്തോട്ട് ഇതേപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അയൺ ചെയ്തിട്ട് തയ്ക്കുന്നത് നല്ലതായിരിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റൈറ്റ് സൈഡിലെ പീസ് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇനി ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ഷോൾഡേഴ്സ് നമ്മൾ കൂട്ടിയെടുക്കാം. ഇനി ഫ്രണ്ടിൽ നെക്ക് ലെവലിൽ നിന്നും ഒരു 5.5 ഇഞ്ച് താഴോട്ട് മാറി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ 33 ഇഞ്ചിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി ഈ 2 പോയിൻ്റ് വരെയുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ നെക്കിൽ കോളർ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അതിന് നെക്കിൻ്റെ ലെങ്ത് നമ്മൾ ഇതുപോലെ പ്ലാക്കറ്റിൻ്റെ അറ്റത്ത് നിന്ന് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് ഫുള്ള് ലെങ്ത് ടാപ്പിൽ അളന്നെടുക്കുക. ഇവിടെ എനിക്കിപ്പോൾ ഏകദേശം 18 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തൊരു ക്യാൻവാസ് പേപ്പർ ഇതുപോലെ എടുക്കുക. ഇവിടെ ഞാൻ 3 ഇഞ്ച് വിട്ടിലും 8 ഇഞ്ച് ലെങ്ത്തിലും ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ വളച്ച് ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പോയിൻറ്റിൽ നിന്ന് 1 ഇഞ്ച് അകലം വിട്ടിട്ട് ഒരു ലൈൻ കൂടെ വരയ്ക്കുക. ഇനി എനിക്ക് ടോട്ടൽ കഴുത്തിൻ്റെ ലെങ്ത് 18.2 ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പകുതിയായിട്ട് നേർപകുതിയായിട്ട് ടാപ്പിൽ എടുക്കുമ്പോൾ 9.1 അത് ഇവിടെ നിന്ന് അളന്ന് എടുക്കുക. ഏത് പോയിൻ്റ് വരെയാണ് എത്തുന്നത് ആ പോയിൻറ്റിൽ നിന്ന് ഒരു വളച്ച് കർവ് പോലെ വരച്ചെടുത്ത് വെട്ടിയെടുക്കുക. ഇനി ഇതുപോലത്തെ 2 തുണികൾ നമ്മൾ വെട്ടിയെടുക്കുക. ഒരു തുണിയുടെ ചീത്തവശത്ത് നമുക്ക് ഈ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാം. ഞാനിവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ പീസും നമ്മൾ നേരത്തെ വെട്ടിയ അതേ സെയിം പീസിൻ്റെയും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് ഈ അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി മുകളിലും ഒരു 1/2 ഇഞ്ച് മാറി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് അതിനെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തുകൂടെ എടുക്കുക. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം നമുക്ക് നമ്മുടെ തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് ഇതാണ്. ഇനി ഈ നെക്കിൻ്റെ പ്ലാക്കറ്റിൻ്റെ ഇവിടെ മുതൽ നമ്മൾ തയ്ച്ചെടുത്ത ഇതിൻ്റെ ഈ ക്യാൻവാസ് ഈ പോർഷനല്ല ക്യാൻവാസ് വരുന്ന പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ബാക്ക് പാർട്ടാണ് പഠിച്ചെടുത്തത്. അപ്പോഴത്തേക്കും ഇങ്ങനെ വരും, കണ്ടോ? ഇനി നമുക്ക് ഈ പോർഷൻ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇത് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെച്ച്
നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് മടക്കി അടിച്ചെടുക്കാം. ഇപ്പോൾ കോളർ ഇതുപോലെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ വെക്കാനായിട്ട് ബട്ടൺ ടാബാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് ഇതുപോലെ ഒരു പീസ് തുണി ഇതുപോലെ മടക്കി വയ്ക്കുക. അതിനുശേഷം 1 ഇഞ്ച് മാറിയിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പതിച്ചടിക്കുക. സ്ലീവിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെട്ട് വരുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് സ്ലീവിൻ്റെ അതേ ഇഞ്ച്. ഇതിൽ സ്ലീവിൻ്റെ മിഡിൽ പാർട്ടൊന്ന് പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത ബട്ടൺ ടാബിൻ്റെയും മിഡിൽ പാർട്ടൊന്ന് പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഈ 2 സെൻറ്റർ പോയിൻറ്റും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ പീസ് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശത്തോട്ട് വരുന്ന രീതിയിൽ മടക്കി ഇതുപോലെ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബട്ടൺ ടാബിന് നല്ല വശത്തേക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഞാനിവിടെ ഒരു ചെറിയ ബട്ടൺ തുന്നി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡറിൽ ഈ സ്ലീവ്സിന് ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ ഈ ഫ്രണ്ട് സൈഡിലും പ്ലാക്കറ്റിൻ്റെ അവിടെ ഇതുപോലെ ബട്ടൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ കൂടെ നമ്മുടെ സ്ലീവ്സ് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫുൾ ബോഡി സ്ലിറ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്